പൊങ്കൽ ആഘോഷത്തിനൊരുങ്ങുകയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്. പലയിടത്തും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മലയാളികൾക്ക് ഓണം പോലെയാണ് തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ. വിളവെടുപ്പുത്സവം. കൃഷിക്കായി കഠിനാധ്വാനം ചെയ്യുന്ന കർഷകൻ സമൃദ്ധി നൽകിയതിന് സൂര്യദേവന് നന്ദി പറയുന്നതിനോടൊപ്പം കൃഷിയിൽ നിന്നും ലഭിക്കുന്ന ആദ്യ വിളവ് പ്രകൃതിക്ക് സമർപ്പിക്കുകയും ചെയ്യും. മാർഗഴി മാസത്തിന്റെ അവസാന ദിവസവും തൈമാസത്തിലെ ആദ്യ 3 ദിവസവുമാണ് തമിഴ് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സ്മരണകൾ ഉണർത്തുന്ന ഈ കാർഷികോത്സവം. ഏകദേശം 2000 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രമാണ് പൊങ്കൽ ആഘോഷങ്ങൾക്ക് ഉള്ളത്. ചോള വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിലെ ശിലാലിഖിതങ്ങളിൽ പൊങ്കലിനെ കുറിച്ച് പരാമർശമുണ്ട് എന്നാണ് വിവരം. കൊയ്ത്ത് കഴിഞ്ഞ് പത്തായം നിറയുമ്പോൾ വിളകൾക്ക് വളരാൻ കളമൊരുക്കിയ സൂര്യഭഗവാനും വരുണദേവനുമുള്ള നന്ദി സൂചകമായി പൊങ്കാല അർപ്പിക്കും. ഇതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം. പുതുനെല്ല് അരിയാക്കി വീട്ടുമുറ്റങ്ങളിൽ അടുപ്പുകൂട്ടി പൊങ്കൽ ഉണ്ടാക്കുന്നതാണ് പ്രധാന ആഘോഷം. ഭോഗിപ്പൊങ്കൽ, തൈപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാണും പൊങ്കൽ എന്നിങ്ങനെയാണ് ആഘോഷങ്ങൾ. പഴയ സാധനങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞ് പുതുമയെ വരവേൽക്കുന്നതാണ് ഭോഗിപ്പൊങ്കലിന്റെ സങ്കല്പം. മോശമായ ചിന്തകളെ ഉപേക്ഷിച്ച് പുതിയൊരു തുടക്കത്തെ വരവേൽക്കുന്നതിന്റെ പ്രതീകമാണിത്. തൈപ്പൊങ്കൽ ദിവസമാണ് മുറ്റത്ത് കോലം വരച്ച് പുതിയ കലത്തിൽ അരിയും പാലും ശർക്കരയും ചേർത്ത് പൊങ്കൽ തയ്യാറാക്കുന്നത്. തൈപ്പൊങ്കൽ മകരമാസം 1-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അതിനാൽ മകരസംക്രാന്തി എന്നും ഇതിന് പേരുണ്ട്. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് മകരസംക്രാന്തി. ഇതോടൊപ്പം കൃഷിക്ക് സഹായിക്കുന്ന കന്നുകാലികൾക്ക് നന്ദിയും ആദരവും അർപ്പിക്കാൻ കർഷകർ മറക്കാറില്ല. മകരപ്പൊങ്കൽ കഴിഞ്ഞാൽ അടുത്ത ദിവസം കന്നുകാലികളെ പൂജിക്കുന്ന മാട്ടുപ്പൊങ്കലാണ്. കന്നുകാലികളെ അലങ്കരിച്ച് എഴുന്നള്ളിക്കുകയും അവയ്ക്ക് വിശേഷാൽ ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യും. കാണും പൊങ്കലായാൽ ഒത്തുചേരലിന്റെ ദിവസമായി ബന്ധുവീടുകൾ സന്ദർശിക്കുകയും ഒന്നിച്ചു കൂടുകയും ഒക്കെ ചെയ്യും. തൈ പിറന്നാൽ വഴി പിറക്കുമെന്നാണ് തമിഴ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലാണ് കല്യാണം, ഗൃഹപ്രവേശം, വിവാഹ നിശ്ചയം തുടങ്ങിയ ശുഭകാര്യങ്ങളൊക്കെ കൂടുതലായി നടത്തുക.